പ്രൈസ് ഗാഡ്, ഹല്ലേലൂയ. കർത്താവ് നിങ്ങളെ ധാരാളം അനുഗ്രഹിക്കട്ടെ. വീണ്ടും നിങ്ങളോടൊപ്പം ദൈവത്തിന്റെ വചനവുമായിട്ടായിരിക്കാൻ സ്വർഗത്തിന്റെ ദൈവം ഇടയാക്കിയതിനായി ഞാൻ കർത്താവിനെ നന്ദിയോട് സ്തുതിക്കുന്നു. നമ്മുടെ കർത്താവ് മാറാത്തവനും കരുതുന്നവനും വിശ്വസ്തനുമാണ് ദൈവം. നമ്മുടെ ജീവിതത്തിന് ഏത് സാഹചര്യങ്ങളിൽ കൂടെ നമ്മൾ കടന്നുപോയാലും നമ്മുടെ സാഹചര്യങ്ങൾക്ക് അതീതനായി നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവനാണ് നമ്മുടെ ദൈവം. അതെ, നമ്മുടെ ദൈവം വിശ്വസ്തനാണ്. പ്രിയപ്പെട്ടവർ, നമ്മൾ ദൈവവചനത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ വചനം നമ്മുടെ ജീവിതത്തിന്റെ സകല മേഖലകളിലും പ്രവേശിക്കുവാൻ ശക്തിയുള്ളതാണ്. ചിന്തിച്ചു നോക്കുക, നമ്മുടെ ഒരു വ്യക്തി നമ്മളോട് പറയുന്ന ഒരു വാക്കിന് എത്രത്തോളം നമ്മളിൽ ഇൻഫ്ലുവൻസ് ചെലുത്താൻ പറ്റുമോ എന്നുള്ളത് നമുക്ക് സിമ്പിളാണ് കണ്ടുപിടിക്കാനായിട്ട്. രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ആ വ്യക്തിക്ക് നമ്മളുമായിട്ടുള്ള ബന്ധം. രണ്ട്, ആ വ്യക്തിക്ക് നമ്മളുള്ള കരുതൽ. എല്ലാ ബന്ധത്തിലുള്ള എല്ലാവരും കരുതണമെന്നില്ല. എല്ലാ സുഹൃത്തുക്കളും നമ്മളെ കരുതുന്നവരല്ല. നമുക്ക് ആരെയും എല്ലാ ബന്ധങ്ങളും നമുക്ക് വേണ്ടി കരുതുന്നവരായിരിക്കും. പക്ഷെ ചിന്തിച്ചു നോക്കുക, ചില ബന്ധങ്ങൾ വളരെ സ്ട്രോങ് ആണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം അവർ നമ്മുടെ ജീവിതത്തിൽ വളരെ വിലയേറിയവരായിട്ടാണ് നാം അവരെ കാണുന്നത്. നാം അവരെ നമ്മുടെ ജീവിതത്തിൽ വളരെ മൂല്യമുള്ളവരായിട്ട് അവരെ കാണുകയും അവർ നമ്മളെ കരുതുന്നവർ, നമുക്ക് വേണ്ടി കരുതുന്നവർ എന്നുള്ള മനോഭാവത്തിൽ അവരായിരിക്കും. ആ കരുതലിനകത്തൂടെ നമുക്ക് ലഭിക്കുന്ന ഒന്നുണ്ട്. ഹല്ലേലൂയ. ആ കരുതലിനകത്തൂടെ അവർ പറയുക, ഞങ്ങൾ നോക്കിക്കോളാം, ഞങ്ങളത് ചെയ്തേക്കാം, ഞാനത് ചെയ്തേക്കാം, നിങ്ങൾ അതിനെ കുറിച്ച് പറയണ്ടാകണ്ട എന്ന് ഒരു വ്യക്തി നമ്മളോട് പറയുമ്പോൾ ആ വാക്ക് അദ്ദേഹം അത് മനസ്സിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തെങ്കിലും ചെയ്യണം, അവർക്ക് ഇങ്ങനെ ഒരു വിഷയത്തിൽ കൂടെ ആ വ്യക്തി പോവുകയാണ്, നമുക്ക് എന്തെങ്കിലും ചെയ്യണം എന്ന് ആ വ്യക്തി ചിന്തിച്ചുകൊണ്ടിരുന്നാൽ ആ ചിന്ത നമ്മളെ സ്വാധീനിക്കത്തില്ല. നമ്മുടെ ജീവിതത്തിൽ ഒരു തരത്തിലും ആ ചിന്ത നമ്മുടെ ജീവിതത്തിൽ ഒരു ഫലവും കൊണ്ടുവരത്തില്ല. പക്ഷെ ആ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തി ചിന്തിക്കുന്നതിനെ തുറന്നു പറയുമ്പോൾ, അതാണ് പ്രിയപ്പെട്ടവരെ, അതിലൂടെയാണ്, അല്ലെങ്കിൽ അദ്ദേഹം പറയുന്ന വാക്കാണ് അദ്ദേഹത്തിന് സ്നേഹത്തെയും കരുതലിനെയും വെളിപ്പെടുത്തുക മാത്രമല്ല, ആ കരുതൽ നമ്മുടെ അകത്ത് കൊണ്ടുവരുന്ന സമാധാനം. ആ വാക്ക് നമ്മളെ ശക്തമായിട്ട് ഇമ്പാക്ട് ചെയ്യും. നമ്മൾ ഒരു വലിയ വിഷയത്തിൽ ഇരിക്കുകയാണെന്നിരിക്കട്ടെ, ഒരു വലിയ പ്രതിസന്ധിയുടെ നടുവിൽ കൂടെ പോകുന്ന സമയത്ത് ശത്രുവായിരിക്കാം, മിത്രമായിരിക്കാം, ചിലപ്പോൾ അവര് പ്രാക്ടിക്കൽ ആയിട്ടുള്ള ചില കാര്യങ്ങളായിരിക്കാം പറഞ്ഞതും. അവർ പറഞ്ഞൊരു വിഷയം, ആ വിഷയത്തിന്റെ യഥാർത്ഥമായ മുഖം തന്നെയാണ് അവർ പറഞ്ഞത്. അവർ പറഞ്ഞത് തെറ്റൊന്നുമില്ല, ഈ വിഷയം ഉണ്ടാകും, അങ്ങനെ ഉണ്ടാകും, ഇത് വലിയ അപകടം പിടിച്ചതാണ് എന്ന് ഒരു വാക്ക് ഒരു വ്യക്തി പറയുമ്പോൾ നമ്മുടെ നിരാശയുടെ നടുവിലിരിക്കുന്ന നമുക്ക് ആ ഒരു വാക്ക് കൂടുതൽ മാനസികമായ സംഘർഷങ്ങളെ കൊണ്ടുവരും. അല്ലെ? നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ നമുക്ക് പറയാൻ പറ്റും. അപ്പൊ വാക്കുകൾക്ക് ശക്തിയുണ്ട്. ഒരു വ്യക്തി പറയുന്ന വാക്കുകൾക്ക് there is power in the word. അപ്പൊ അങ്ങനെ മനുഷ്യന്റെ വാക്കിനകത്ത് പവർ ഉണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവർ ചിന്തിച്ചു നോക്കുക. നമ്മുടെ ജീവിതത്തിനകത്ത് ഒരു വ്യക്തി നിങ്ങളോട് പറയുക, സ്വസ്ഥമായിട്ടിരിക്കുക, സമാധാനമായിട്ടിരിക്കുക, ഭാരപ്പെടേണ്ട എന്നൊരു വ്യക്തി നിങ്ങളോട് പറയുമ്പം ആ വ്യക്തിയുടെ അകത്തുള്ള ഒരു ചിന്ത നിങ്ങളോട് ഷെയർ ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ചിന്തിച്ചു നോക്കുക, എന്റെ കർത്താവ് പറയുകയാണ് സമാധാനമായിരിക്കാം, ഞാൻ അത്ഭുതം ചെയ്യും, ഞാൻ നോക്കിക്കൊള്ളാം എന്നൊരു വാക്ക് പറഞ്ഞാൽ ആ വാക്കിനകത്ത് നമ്മുടെ ജീവിതത്തിനകത്ത് എന്തെല്ലാം ആവശ്യമുണ്ടോ അത് മുഴുവൻ ആ വാക്കിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. ആ വാക്കിനകത്തുണ്ട്. ആ വാക്കിനൊരു അധികാരമുണ്ട്. നമ്മുടെ അകത്ത് നഷ്ടപ്പെട്ടു പോയി സമാധാനത്തെ സൃഷ്ടിക്കാനായിട്ട്, നമ്മുടെ അകത്ത് നഷ്ടപ്പെട്ടു പോയി ആരോഗ്യത്തെ പുതുക്കി പണയാനായിട്ട്, നമ്മുടെ അകത്ത് നഷ്ടപ്പെട്ടു പോയ സാമ്പത്തികമായി തകർന്നവരാണോ അതിനെ മടക്കി തരാനായിട്ട് കർത്താവിന് കഴിയും. ആരോഗ്യം നഷ്ടപ്പെട്ടവരാണോ, എന്റെ കർത്താവിന് ആരോഗ്യത്തെ മടക്കി തരാൻ കഴിയും. അത് ദൈവവചനത്തിന് മാത്രമുള്ള ഒരു പ്രസക്തി ഗുണമാണ്. അവൻ പറഞ്ഞു തന്നെ സൃഷ്ടിക്കുന്നവനാണ്. പ്രിയപ്പെട്ടവർ, ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയട്ടെ. നിങ്ങളുടെ ജീവിതത്തിനകത്ത് നിങ്ങൾ എല്ലാവരും ഒറ്റപ്പെട്ടവരാണോ? നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എല്ലാവരും കരുതുന്നു, നിങ്ങൾ എല്ലാവരും സ്നേഹിക്കുന്നു, പക്ഷെ നിങ്ങളുടെ സ്വന്തം മക്കൾ നിങ്ങളെ വേണ്ട പോലെ കെയർ ചെയ്യുന്നില്ല. ഒരു പക്ഷേ നിങ്ങളുടെ ജീവിതത്തിനകത്ത് നിങ്ങൾക്ക് വേണ്ടതുപോലെ ഒരു സ്നേഹം ലഭിക്കുന്നില്ല. നിങ്ങൾ ഒറ്റപ്പെട്ടു നിൽക്കുക, നിങ്ങൾ എല്ലാവർക്കും വേണ്ടി കൊടുക്കുക, പക്ഷെ നിങ്ങളുടെ ജീവിതത്തിനകത്ത് നിങ്ങളെ ആരും കരുതാനില്ല. പ്രിയപ്പെട്ടവർ, ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയാം. നിങ്ങൾ ദൈവത്തിന്റെ വചനത്തിന്റെ അതിന്റെ റിയൽ ഡെപ്തിലേക്ക്, ആഴത്തിലേക്ക് നിങ്ങൾ കടന്നു പോകുമ്പോൾ നിങ്ങളുടെ അകത്തൊരു ബോധ്യം ഉണ്ടാകും. എന്ത് ബോധ്യമാണെന്നറിയാം? ഹല്ലേലൂയ, ആമേൻ. എന്റെ ജീവിതത്തിനകത്ത് എന്നെ കരുതാത്ത ചുറ്റുപാടിൽ അനേകരുണ്ട്, പക്ഷെ എന്നെ കരുതുന്ന ഒരു ദൈവവചനമുണ്ട്. എന്നെ ആശ്വസിപ്പിക്കുന്ന, എന്നെ ബലപ്പെടുത്തുന്ന ഒരു ദൈവവചനമുണ്ട്. പ്രിയപ്പെട്ട, നിങ്ങളുടെ ജീവിതത്തിന്റെ അവസ്ഥ എന്തുമാകട്ടെ, ഏത് പ്രതികൂലത്തിൽ കൂടെ നിങ്ങൾ കടന്നു പോകുന്നെങ്കിലും ദൈവവചനത്തെ നിങ്ങൾ സ്നേഹിക്കുന്നതോറും, ദൈവവചനത്തിന്റെ ശക്തിയെ നിങ്ങൾ മനസ്സിലാക്കുന്നതോറും നിങ്ങളുടെ ജീവിതത്തിന്റെ മുഴുവൻ അവസ്ഥകളെ മാറ്റാനായിട്ട് ദൈവവചനത്തിന് ശക്തിയുണ്ട്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അതുകൊണ്ട് നിങ്ങൾ ഹല്ലേലൂയ, ഈ പ്രോഗ്രാമിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം തന്നെ വചനത്തിലേക്ക് മടങ്ങി വരിക എന്നുള്ളത്.
ആമേൻ. വചനത്തിലേക്ക് മടങ്ങി വരിക. ഇന്ന് ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ദൈവത്തിന്റെ വചനമാണ്. എല്ലാവറ്റിന്റെ അടിസ്ഥാനം. നമ്മൾ ദൈവം ഉണ്ടോ ഇല്ലയോ എന്ന് പോലും നമ്മൾ ഉറപ്പിക്കുന്നത്, ദൈവം ഉണ്ട് ഇല്ല എന്ന ചോദ്യങ്ങൾക്ക് പോലും മറുപടിയായിട്ട് നമ്മൾ കണ്ടെത്തുന്നത് അത്ഭുതങ്ങളാണ്. ദൈവം ചെയ്ത അത്ഭുതം നിശ്ചയമായിട്ടും അത്ഭുതങ്ങൾ, ആമേൻ, നിശ്ചയമായിട്ട് കർത്താവ് ജീവിക്കുന്നു എന്നതിന് തെളിവായി അനേക അത്ഭുതങ്ങളെ കർത്താവ് ഇത് ചെയ്യുന്നുണ്ട്. അതെ, രോഗസൗഖ്യങ്ങൾ, കടഭാരത്തിൽ നിന്നുള്ള വിടുതൽ, ശാപത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരിക, മാനസിക സംഘർഷങ്ങളിൽ നിന്ന് ആളുകൾ പുറത്തു വരിക, പാപത്തിന്റെ ബന്ധനങ്ങളിൽ നിന്ന് ആളുകൾ പുറത്തു വരിക, മരണത്തിൽ നിന്ന് ആളുകൾ ആമേൻ ജീവനിലേക്ക് മടങ്ങി വരിക. എത്രയോ അത്ഭുതങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. കർത്താവ് ഇന്നും ജീവിക്കുന്നതിനും അത്ഭുതങ്ങളും അടയാളങ്ങളും നിശ്ചയമായിട്ടും ആമേൻ അതിനെ പ്രൂവ് ചെയ്യുന്ന പോലെ അത്ഭുതങ്ങളും അടയാളങ്ങളും കർത്താവ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. നിശ്ചയമായി അത്ഭുതങ്ങൾ ഞാൻ വിശ്വസിക്കുന്നു. എന്നാൽ ഈ അത്ഭുതങ്ങളുടെ അടിസ്ഥാനത്തിലല്ല ദൈവം ഉണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാക്കുന്നത്. ദൈവവചനമാണ്. ദൈവത്തിന്റെ വചനം പറയുന്നു ഗാഡ് ഈസ് ദേർ, ദൈവമുണ്ട്. നമ്മൾ അതുകൊണ്ട് വിശ്വസിക്കുന്നു ഹല്ലേലൂയ ദൈവമുണ്ടെന്ന്. കാരണം എന്താണെന്നറിയോ, ദൈവവചനത്തിലാണ് ഹല്ലേലൂയ ദൈവത്തെ കുറിച്ചുള്ള ബോധ്യവും, ആമേൻ, ദൈവം ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ആരാണ്, ദൈവം നമ്മളോടുള്ള ആറ്റിറ്റ്യൂഡ് ഉണ്ടാവും, ദൈവത്തിന് നമ്മളോടുള്ള പ്രതികരണം എന്താണ്, ദൈവം നമ്മളെ ഏത് നിലയിലാണ് കരുതുന്നത്, ഈ ബോധ്യമല്ല തരുന്നത് ദൈവവചനം. അതുകൊണ്ട് തന്നെ ദൈവവചനത്തെ കുറിച്ചുള്ള ആഴമേറിയ ബോധം നമ്മുടെ അകത്ത് ഉണ്ടാകും തോറും നമ്മുടെ ജീവിതത്തെ അത് പണിയാൻ തുടങ്ങും. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. പ്രിയപ്പെട്ട, അതുകൊണ്ട് നിങ്ങൾ ഓരോ ദിവസവും നിങ്ങൾ ദൈവത്തിന്റെ വചനത്തോട് ചേർന്ന് വസിക്കുമ്പോൾ, ദൈവത്തിന്റെ വചനത്തിന്റെ ബന്ധത്തിൽ ചേർന്ന് നിൽക്കുമ്പോൾ, ഹല്ലേലൂയ, നമ്മുടെ ജീവിതത്തിന്റെ മുഴുവൻ അവസ്ഥകളെ മാറ്റാനായിട്ട് ദൈവവചനത്തിന് ശക്തിയുണ്ടാകും. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഇന്ന് ഹല്ലേലൂയ ഈ പ്രോഗ്രാം നിങ്ങൾ കാണുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ദൈവവചനത്തിന്റെ ഉറപ്പ് നിങ്ങളുടെ അകത്തുണ്ടാകട്ടെ. ചിലപ്പോൾ നിങ്ങൾ ചിലരുടെ വാക്കുകൾ കേട്ട് ചില കാര്യങ്ങൾക്ക് സ്റ്റെപ്പ് എടുത്ത് വെക്കും. അവർ കുറച്ച് കഴിയുമ്പോൾ അവർ പറയും ഞങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറയും. ഹല്ലേലൂയ. ചിലപ്പോൾ നിങ്ങൾ ചിലരെ ആശ്രയിച്ച്, ചിലർ പറഞ്ഞ വാക്കുകളെ ആശ്രയിച്ച് ചില കാര്യങ്ങൾക്ക് നിങ്ങൾ മുന്നോട്ട് പോകും. അവർ അവസാനം പറയും ഞങ്ങൾക്ക് ഇത് ചെയ്യാൻ സാധ്യമല്ല, ഞാൻ പ്രാക്ടിക്കലി ചിലപ്പോൾ മനഃപൂർവ്വമായിരിക്കത്തില്ല, അവരുടെ ജീവിതത്തിൽ അതിന് വിപരീതമായ സാഹചര്യം ഉണ്ടായപ്പോൾ അവർ പറയും ഞാനൊന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ചെയ്യാൻ സാധിക്കുമായിരുന്നു, പക്ഷെ ഇപ്പോൾ എന്റെ അവസ്ഥ അതല്ല. എന്നാൽ കർത്താവിന്റെ വചനത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയോ, അവൻ പറഞ്ഞതാണെങ്കിൽ അവൻ അതിനെ നിവർത്തിച്ചിരിക്കും. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമർപ്പണം വേണ്ടത്, ഏറ്റവും വലിയ ജീവിതത്തിന്റെ ഒരു സമർപ്പണം, ഒരു തീരുമാനം വേണ്ടത് ഞാൻ കർത്താവിനെ അനുസരിക്കും എന്നുള്ളതാണ്. ദൈവവചനത്തിൽ റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 14-ാം വാക്യം ഇങ്ങനെ പറയുന്നു, ദൈവാത്മാവ് നടത്തുന്നവരേവരും ദൈവത്തിന്റെ മക്കളാകും. ദൈവത്തിന്റെ ആത്മാവ് നടത്തുന്നവരേവരും ദൈവത്തിന്റെ മക്കളാകും. അപ്പൊ ദൈവത്തിന്റെ മക്കൾ, സൺസ് ഓഫ് ഗാഡ്, ദൈവത്തിന്റെ മക്കൾ. ദൈവമക്കൾ എന്ന് പറയുമ്പോൾ ദൈവത്തിൽ നിന്ന് ജനിച്ചവർ, ദൈവത്തിന്റെ അതേ നേച്ചർ, ദൈവത്തിന്റെ അതേ പെരുമാറ്റം. അതാണല്ലോ നമുക്കറിയാം. നമ്മളെ മക്കൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അമ്മയുടെ അപ്പന്റെ അതേ സ്വഭാവം, അതേ പെരുമാറ്റ രീതി, അതേ ഭാഷ, അതേ നാഷണാലിറ്റി. അപ്പൊ ഇതെല്ലാം ഈ മക്കൾ എന്ന് പറയുന്നതിനകത്ത് ഇതെല്ലാം ഇൻക്ലൂഡഡ്. ഇവിടെ വചനം പറയുന്നത് നിങ്ങൾ ദൈവത്തിന്റെ മക്കളാണ്. ആരാണ് ദൈവത്തിന്റെ മക്കൾ? ദൈവത്തിന്റെ ആത്മാവിനെ നടത്തുന്നത്. Those who are led by Holy Spirit, they are sons of God. അപ്പം നമ്മളെല്ലാവരും ആത്മാവിനെ നടത്തപ്പെടുക. അതായത് നമ്മുടെ ജീവിതത്തിനകത്ത് ആത്മാവിനാൽ നടത്തപ്പെടുക, അത് വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യം. ആത്മാവിൽ നടത്തപ്പെടുക. അതായത് പ്രിയപ്പെട്ടവരെ, അല്ലെങ്കിൽ ദൈവത്തിന്റെ മക്കളാരാ? ആത്മാവിൽ നിറയുന്നവരെ കുറിച്ചല്ല പറയും. നമുക്കറിയാം ആത്മനിറവിന്റെ പല വിധത്തിലുള്ള പ്രകടനങ്ങൾ എന്ന് കാണാനായിട്ട് കഴിയും. പക്ഷെ ആ പ്രകടനമല്ല ദൈവമക്കളുടെ സൈൻ എന്ന് പറയുന്നത്. ദൈവമക്കളുടെ അടയാളം എന്ന് പറയുന്നത് ആത്മാവിൽ നടത്തപ്പെടുക. എന്റെ വിഷയത്തിൽ, എന്റെ ജീവിതത്തിൽ ഇന്ന ചലഞ്ച് ഉണ്ട്, എന്റെ ജീവിതത്തിനകത്ത് ഇന്ന വിധത്തിലുള്ള പ്രശ്നങ്ങളിൽ കൂടെ ഞാൻ പോവാ. പക്ഷെ എനിക്കൊരു കാര്യം അറിയാം, എന്നെ ആത്മാവ് നടത്തുന്നതുകൊണ്ട് ആ വിഷയത്തെ ഞാൻ മറികടക്കും, ഈ സിറ്റുവേഷനെ ഞാൻ മറികടക്കും. മാനസികമായ സംഘർഷങ്ങളിൽ കൂടെ പോവുക, ശാരീരികമായ രോഗത്തിൽ കൂടെ പോവുക, സാമ്പത്തികമായിട്ട് വെല്ലുവിളികളിൽ കൂടെ പോവുക, ഇമോഷണലി ചില കാര്യങ്ങളിൽ തകർന്നിരിക്കുക, ചില ചോദ്യങ്ങളുടെ മുമ്പിൽ നിൽക്കുക, നാളെക്കുറിച്ചുള്ള ഭയമകത്തുണ്ട്. പക്ഷെ എനിക്കൊരു കാര്യം അറിയാം, അല്ലെങ്കിൽ ഞാൻ ആത്മാവിൽ നടത്തപ്പെടുന്നതിനായതുകൊണ്ട് അതെ ഈ മേഖലയിലും എനിക്ക് ജയമുണ്ട്. ഞാൻ ഈ സാഹചര്യത്തെ മറികടക്കും, ഞാൻ ഈ അവസ്ഥയെ മറികടക്കും എന്നുള്ള ഉറപ്പ്. ഹല്ലേലൂയ. ആമേൻ. ആരുടെ അകത്താ ഉണ്ടാകുന്നത് അറിയുമോ? ആത്മാവിൽ നടത്തപ്പെടുന്നവന്റെ അകത്താ ഉറപ്പ്. നമുക്ക് ചിന്തിച്ചു നോക്കാം പ്രിയപ്പെട്ടവർ, നമ്മുടെ ദൈവജനത്തിൽ കാണുമ്പോൾ യേശുക്രിസ്തുവിന്റെ ജീവിതത്തിൽ യേശുക്രിസ്തു സ്നാനം പെറ്റ് യോർദാനിൽ നിന്ന് കയറിയപ്പോ സ്വർഗം തുറന്ന് പരിശുദ്ധാത്മാവ് പ്രാവെന്ന പോലെ യേശുവിന്റെ മേൽ വന്ന് വസിച്ചു എന്നാണ് കാണുന്നത്.
എന്നാൽ അവിടെ അതുകൊണ്ട് തീർന്നില്ല. ഉടനെ അവിടെ മുഴങ്ങി കേട്ടൊരു ശബ്ദമുണ്ട്, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവൻ എന്റെ പ്രിയപുത്രൻ. നമുക്ക് ഹല്ലേലൂയ യേശുവിന്റെ ശുശ്രൂഷയുടെ ആരംഭത്തിലും പിതാപുത്ര പരിശുദ്ധാത്മാവിന്റെ ഹല്ലേലൂയ ആമേൻ ഒന്നിച്ചുള്ള ഒരു ആരംഭത്തെ നമുക്ക് കാണാൻ സാധിക്കും. പിതാവിന്റെ ഹല്ലേലൂയ ശബ്ദവും ഹല്ലേലൂയ പുത്രന്റെ സാന്നിധ്യവും പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യവും ഒരുമിച്ച് നമ്മൾ കാണുന്നു. അതുപോലെ തന്നെയാണ് ആമേൻ യേശുവിന്റെ ക്രൂശ് മരണത്തിൽ നമ്മൾ കാണുന്നത്. യേശു ഹല്ലേലൂയ പിതാവേ എന്റെ ആത്മാവിനെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു, പിതാപുത്ര പരിശുദ്ധാത്മാവ്. അതേ പ്രിയപ്പെട്ട അവിടെ യേശുക്രിസ്തുവിന്റെ ജീവിതയാത്രയിൽ യേശുവിന്റെ പരസ്യ ശുശ്രൂഷയുടെ കാലത്ത് നാം ശ്രദ്ധിച്ചു നോക്കിയാൽ നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ സാധിക്കും. യേശുക്രിസ്തു ഓൾവേസ് കോൺഷ്യസ് അബൌട്ട് ദ വിൽ ഓഫ് ഗോഡ്. ഹല്ലേലൂയ എപ്പോഴും ഹല്ലേലൂയ യേശുക്രിസ്തു എപ്പോഴും ആ പിതാവിന്റെ പദ്ധതിക്കകത്ത് നിന്നുകൊണ്ടായിരുന്നു യേശുവിന്റെ ഹല്ലേലൂയ ഓൾവേസ് ആമേൻ യേശുവിന്റെ ശുശ്രൂഷകളെല്ലാം. ഹല്ലേലൂയ. എന്നാൽ യേശു വ്യക്തമായിട്ട് പറഞ്ഞു, ഞാനും പിതാവ് ഒന്നത്രേ. ആമേൻ. പിതാവിനകത്ത് വസിക്കുന്ന പരിശുദ്ധാത്മാവ്, ആമേൻ, യേശുവിനകത്ത് വസിക്കുന്ന ആത്മാവ് രണ്ടും സെയിം സ്പിരിറ്റാ, സെയിം ഹോളി സ്പിരിറ്റാ. യേശു വസിക്കുന്ന അതേ ആത്മാവ് തന്നെയാണ് പിതാവിന്റെയും ആത്മാവ്, പിതാവിന്റെ അതേ ആത്മാവ് തന്നെയാണ് യേശുവിൽ വസിക്കുന്നത്. അതുകൊണ്ട് ഹല്ലേലൂയ അവരെ രണ്ടായി നമുക്ക് കാണാൻ സാധ്യമല്ല, ഒരുവനായി തന്നെ ഇരിക്കുമ്പോൾ ഹല്ലേലൂയ ഓൾവേസ് ആമേൻ പിതാവും ആമേൻ പുത്രനും ഒരുമിച്ച് പരിശുദ്ധാത്മാവിനോട് ഒരുമിച്ചുള്ള യാത്രയാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത്. ആമേൻ. പ്രിയപ്പെട്ടവരെ അവിടെ ആമേൻ ഹല്ലേലൂയ യേശുക്രിസ്തുവിനും പരിശുദ്ധാത്മാവ് ആത്മാവ് മരുഭൂമിയിലേക്ക് നടത്തിയ ആമേൻ ആത്മാവ് മരുഭൂമിയിലേക്ക് യേശുവിനെ നടത്തി. അവിടെ 40 ദിവസം യേശു അവിടെ ഉപവസിച്ചു എന്നാണ് കാണുന്നത്. എന്നാൽ പരീക്ഷിക്കപ്പെട്ടവനായ യേശു പരീക്ഷയുടെ അവസാനത്ത് നമ്മൾ ഇങ്ങനെ കാണുന്നത്, പിശാചു വന്ന് യേശുവിന്റെ അടുക്കൽ പറഞ്ഞു, നീ ദൈവത്തിന്റെ പുത്രനെങ്കിൽ കല്ലിനെ അപ്പമാക്കി മാറ്റുക. അവിടെ ഹല്ലേലൂയ യേശു പറഞ്ഞ മറുപടി ഇതാണ്, ആമേൻ, മനുഷ്യപുത്രൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന സകല വചനം കൊണ്ട് ജീവിക്കുന്നു. അവിടെ വ്യക്തമായിട്ട് പറയുന്നത്, ഇവിടെ എന്റെ ഗൈഡ് ലൈൻ ഹല്ലേലൂയ ഞാൻ ഇവിടെ ഈ അപ്പത്തെ കല്ലിനെ അപ്പമാക്കുക എന്ന് പറയുന്ന നിന്റെ ഇൻസ്ട്രക്ഷനിലല്ല ഞാൻ എന്റെ ഐഡന്റിറ്റിയെ ഞാൻ പ്രൂവ് ചെയ്യുന്നത്, ഞാൻ ആരാണെന്ന് തെളിയിക്കുന്നത് ഈ മിറക്കിൽ കൂടെ അല്ല. ആമേൻ. ഹല്ലേലൂയ എന്റെ അത്ഭുതം, ഞാൻ ദൈവപുത്രനാണെന്നുള്ള ഉറപ്പ്, അതാണ് എന്റെ ജീവിതത്തിന്റെ അടിസ്ഥാനം. ഞാൻ ജീവിക്കുന്നത് എന്തിന്റെ ബന്ധത്തിലാണ്? ആമേൻ. ദൈവപുത്രനാന്നുള്ള ഉറപ്പിൽ തന്നെയാണ്. എന്നാൽ ദൈവപുത്രൻ എന്ന ഉറപ്പ് അത് വെളിപ്പെടുത്താനായിട്ട് ഈ കല്ലിനെ അപ്പമാക്കി എനിക്ക് വെളിപ്പെടുത്തേണ്ട കാര്യമില്ല. ഞാൻ ജീവിക്കുന്നത് ഈ ബോധ്യത്തിലാണ്. എന്റെ ജീവിതത്തിന്റെ ബോധ്യം കല്ലിനെ അപ്പമാക്കി തീർത്തുള്ള അത്ഭുതത്തിൽ കൂടിയല്ല, വചനത്തിൽ, സകല വചനത്തിലും എന്നെ കുറിച്ച് എന്ത് പറഞ്ഞിരിക്കുന്നു അതിന്റെ ബേസിലാണ് എന്റെ സാറ്റിസ്ഫാക്ഷൻ, എന്റെ ശരീരത്തെ തൃപ്തിപ്പെടുത്തുന്നത്, എന്റെ മനസ്സിനെ തൃപ്തിപ്പെടുത്തുന്നത്, എന്റെ ഐഡന്റിറ്റി എല്ലാം വചനത്തിൽ നിന്നാണ്. ഇവിടെ പല സാഹചര്യങ്ങളെ ഒരുമിച്ച് പിശാചോട് കൊണ്ടുവരിക. ഒന്ന്, പുത്രനാണോ അല്ലയോ എന്നുള്ള ഡൗട്ട്, പുത്രത്വത്തെ കുറിച്ചുള്ള കൺഫ്യൂഷൻ, പുത്രത്വത്തെ കുറിച്ചുള്ളതായ ചോദ്യം അവിടെ എഴുന്നേൽപ്പിക്കുക. രണ്ടാമത് അവിടെ എഴുന്നേൽപ്പിക്കുന്ന ഒരു കാര്യം, ബലഹീനതയെ മുതലെടുക്കുക, ശാരീരികമായ ബലഹീനതയെ മുതലെടുക്കുക, ശരീരത്തിന്റെ ബലഹീനതയെ മുതലെടുക്കുക. മൂന്ന്, ഹല്ലേലൂയ അവിടെ മനസ്സിനകത്ത് സംശയത്തെ കൊണ്ടിടുക. അതായത് ഐഡന്റിറ്റിയെ കുറിച്ചുള്ളതായ ആമേൻ സംശയം. അതുപോലെ തന്നെ ആമേൻ ഈ ഒരു സാഹചര്യത്തിൽ ശരീരത്തിന്റെ ഇപ്പോഴത്തെ ആവശ്യം നിറവേറും എന്നുള്ള സാഹചര്യം, അതുപോലെ തന്നെ മനസ്സുകൊണ്ടും തകർന്നിരിക്കുന്ന സാഹചര്യത്തെ മുതലെടുക്കാനായിട്ട് പിശാച് ശ്രമിക്കുമ്പോൾ കർത്താവിന്റെ മറുപടി എന്താണെന്നറിയോ? എന്റെ ശരീരത്തിന്റെ ബലഹീനതയും എന്റെ ശരീരത്തിന്റെ ആവശ്യമാകട്ടെ, എന്റെ ആത്മാവിലുള്ള ഐഡന്റിറ്റി ആകട്ടെ, ഇത് മുഴുവൻ ചേർന്നിരിക്കുന്നത് ഈ ഒരു അത്ഭുതത്തിലകത്തല്ല, വചനത്തിലാണ്. പ്രിയപ്പെട്ടവർ, ഞാൻ പറയട്ടെ, നിങ്ങളുടെ ജീവിതത്തിനകത്ത് നിങ്ങൾക്ക് എപ്പോഴും ഐഡന്റിറ്റി ക്രൈസിസ് ഉണ്ടാകുന്നത്, നിങ്ങൾക്ക് ഒരു വ്യക്തി നിങ്ങളെ അകാരണമായി എന്തെങ്കിലും ഒരു വാക്ക് പറഞ്ഞെന്നിരിക്കട്ടെ, ആ വാക്ക് നിങ്ങളെ കുറിച്ച് മോശമായ ഒരു വാക്ക് പറഞ്ഞെന്നിരിക്കട്ടെ, നിങ്ങൾക്ക് നിങ്ങളുടെ ഐഡന്റിറ്റിയെ കുറിച്ച് ഉറപ്പാണ്, നിങ്ങളുടെ വ്യക്തിത്വത്തെ കുറിച്ച് നിങ്ങൾക്ക് ഉറപ്പാണ്. ഇവർ പറഞ്ഞ പോലെ അല്ല ഞാൻ. ഒരാൾ നിങ്ങളെ ഭോഷൻ എന്ന് വിളിച്ചു, അല്ലെങ്കിൽ കള്ളൻ എന്ന് വിളിച്ചു, നിങ്ങളുടെ അകത്ത് ആ വാക്ക് കേൾക്കുമ്പോൾ നിങ്ങൾ അതിനോട് പ്രതികരിക്കേണ്ട കാര്യമില്ല. കാരണം എന്താണെന്നറിയോ? നിങ്ങൾ ആരാന്ന് നിങ്ങൾക്കറിയാം. ക്രിസ്തുവിൽ നീതീകരിക്കപ്പെട്ടവരാ, ക്രിസ്തുവിൽ നീതിമാനാണ്, ക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരാ, ദൈവത്തിന്റെ മക്കളാണെന്നുള്ള ബോധ്യം നിങ്ങളുടെ അകത്തുണ്ടെങ്കിൽ, ഞാൻ പറയട്ടെ, നിങ്ങൾ ഒരിക്കലും ആ വാക്കുകളോട് പ്രതികരിക്കത്തില്ല. കാരണം നിങ്ങൾക്ക് ഒരു ഐഡന്റിറ്റി, നിങ്ങൾക്ക് ഒരു ഉറപ്പാണ് നിങ്ങളുടെ ഐഡന്റിറ്റിയെ കുറിച്ച്. നിങ്ങൾ ദൈവത്തിന്റെ മക്കളാണെന്നുള്ള ബോധ്യം നിങ്ങളുടെ അകത്തുള്ളപ്പോ നിങ്ങൾ അവിടെ ഒരു അത്ഭുതം ചെയ്യാൻ വെപ്രാളപ്പെടത്തില്ല. നിങ്ങൾക്കറിയാം, ബിക്കോസ് ഓഫ് ദ വേർഡ് ഓഫ് ഗോഡ്, നോട്ട് ബിക്കോസ് ഓഫ് ദ സൈൻസ് ആൻഡ് വണ്ടേഴ്സ്, ബട്ട് ബിക്കോസ് ഓഫ് ദ വേർഡ് ഓഫ് ഗോഡ്, ഐ നോ മൈ ഐഡന്റിറ്റി, ദാറ്റ് ഈസ് സൺ ഓഫ് ഗോഡ്. ദൈവത്തിന്റെ മകനാണെന്നുള്ള ബോധ്യം യേശുവിനുണ്ടായിരുന്നു. പ്രിയപ്പെട്ടവർ, നിങ്ങളുടെ ജീവിതത്തിനകത്ത് വചനം, ദൈവവചനം ഇന്ന് ഹല്ലേലൂയ നിങ്ങളുടെ അകത്ത് ഉറപ്പുണ്ടാകട്ടെ. നിങ്ങൾ കൈവിടപ്പെട്ടവരാന്ന് പറയുന്നത് പിശാചിന്റെ ഭോഷ്ക. നിങ്ങളുടെ കൂടെ ആരുമില്ല, അത് പിശാച് പറയുന്ന ഭോഷ്ക.
ചിലർ പറയുന്ന ചിലപ്പം ചിലർ റിയലി അങ്ങനെയാണ്. ഓർഫൻസ്, അനാഥകൾ, അമ്മയില്ല അപ്പനില്ല, അനാഥത്വം. പ്രിയപ്പെട്ടവർ, ഞാൻ പറയട്ടെ, നിങ്ങൾ അനാഥരാണെന്ന് ചിന്തിക്കുമ്പോൾ ശരിയാണ്. നിങ്ങൾക്ക് ശാരീരികമായി നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളുടെ പേര് പറയാൻ അപ്പനും അമ്മയും ഒരുപക്ഷെ ഇല്ല, അവരെ ലോകത്തുനിന്ന് വേർപെട്ട് പോയി കാണും. ഇല്ലെങ്കിൽ പ്രത്യേക പല സാഹചര്യങ്ങളിൽ കൂടെ അനാഥത്വം പേറുന്ന പലരും കണ്ടേക്കാം. ഞാൻ പറയട്ടെ, അനാഥത്വം എന്ന് പറയുന്ന ഒരു അവസ്ഥയല്ല, അത് നിങ്ങളുടെ ഒരു സാഹചര്യമല്ല, അത് നിങ്ങളുടെ മനോഭാവമാണ്. നിങ്ങൾക്ക് ചിന്തിക്കാൻ സാധിക്കും, ഇല്ല ഞാൻ അനാഥനല്ല. ഒരു അമ്മയുണ്ടെങ്കിൽ, ഒരു അപ്പനുണ്ടെങ്കിൽ അവരെന്നെ കരുതുന്നതിനേക്കാൾ, എനിക്ക് കുറച്ച് സഹോദരങ്ങളുണ്ടെങ്കിൽ അവർ എന്നെ കരുതുന്നതിനേക്കാൾ എന്നെ കരുതുന്ന ഒരു കർത്താവുണ്ട്. ആ ഉറപ്പ് എവിടുന്ന് എനിക്ക് വന്നത്? ഫ്രം ദ വേർഡ് ഓഫ് ഗോഡ്. ദൈവത്തിന്റെ വചനത്തിൽ എനിക്ക് ഉറപ്പുണ്ട്, ഞാൻ നിന്നെ ഒരു നാളും കൈവിടത്തില്ല, അനാഥനായി വിടത്തില്ല, ലോകത്തിന്റെ അവസാനത്തോളം എല്ലാ നാളും എന്റെ കൂടെ ഉണ്ടെന്നുള്ള പ്രോമിസ് ഈസ് വിത്ത് മീ. ആ വാഗ്ദത്തം എനിക്ക് വേണ്ടിയുണ്ട്. ആ വാഗ്ദത്തം എനിക്ക് വേണ്ടിയുള്ളത് കൊണ്ട് എന്റെ അകത്ത് ഉറപ്പാണ്, ഞാൻ നശിച്ചു പോകത്തില്ല, ഞാൻ തകർന്നു പോകത്തില്ല. പ്രിയപ്പെട്ട ഹല്ലേലൂയ, നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് ആളുകൾ നിങ്ങളെ കുറിച്ച് പലതും പറഞ്ഞേക്കാം. നിങ്ങളുടെ ജീവിതത്തിന്റെ ഒരുപക്ഷെ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ ഒറ്റപ്പെട്ടവരായിരിക്കാം. അവർ നിങ്ങളെ അവർക്ക് അവരുടേതായ ഒരു ലോകമുണ്ട്. നിങ്ങളെ സെപ്പറേറ്റ് ആക്കി നിർത്തിയിരിക്കാമോ? നിങ്ങളുടെ വീട്ടിനകത്ത് നിങ്ങൾ സെപ്പറേറ്റ് ആണോ? നിങ്ങളുടെ കൂട്ടായ്മയിൽ നിങ്ങൾ സെപ്പറേറ്റ് ആണോ? നിങ്ങളുടെ പഠന സ്ഥലത്ത് നിങ്ങളെ എല്ലാവരും കൂടെ ഒറ്റപ്പെടുത്തി വെച്ചിരിക്കാമോ? നിങ്ങളുടെ ബിസിനസ് നിങ്ങളെ എല്ലാവരും കൂടെ തഴഞ്ഞു വെച്ചിരിക്കാമോ? ഞാൻ നിങ്ങളുടെ ഒരു കാര്യം പറയാം, നിങ്ങൾ ഒറ്റപ്പെട്ടവരല്ല, നിങ്ങൾ ഒറ്റയ്ക്കല്ല. ലോകത്തിലുള്ളവനേക്കാൾ നിങ്ങളുടെ കൂടെ ഉള്ളവൻ ഹല്ലേലൂയ വലിയവനാണ്. നിങ്ങളുടെ കൂടെ ഉള്ളവൻ വലിയവനാണ്. ആമേൻ. Who he is in you, he is greater than who he is in the world. ഹല്ലേലൂയ. ഒരുപക്ഷെ എലീശ പ്രവാചകൻ പറഞ്ഞൊരു കാര്യമുണ്ട്, അവരോട് കൂടെ ഉള്ളവരെക്കാൾ നമ്മളോട് കൂടെ ഉള്ളവൻ അധികം. അതേ പ്രിയപ്പെട്ടവരെ, അത് കണക്ക് കൂട്ടാൻ പറ്റുന്നതല്ല, അധികമായത്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിനകത്ത് നിങ്ങൾ കടന്നു പോകുന്ന സിറ്റുവേഷൻ എന്തുമാകട്ടെ, നിങ്ങളുടെ ഐഡന്റിറ്റി, നിങ്ങൾ ആരാണെന്നുള്ളത് പിശാച് ചില ചോദ്യങ്ങൾ ഇടുമ്പോൾ, ഹല്ലേലൂയ, നിങ്ങളുടെ സാമ്പത്തിക സാഹചര്യം കൊണ്ട് ചിലപ്പോൾ നിങ്ങളെ അളക്കാനായിട്ട് പിശാച് നിങ്ങളെ പ്രേരിപ്പിക്കും. നിങ്ങളുടെ ശരീരത്തിന്റെ ഘടന, നിങ്ങളുടെ ശരീരത്തിന്റെ അവസ്ഥ, നിങ്ങളുടെ സൗന്ദര്യം, നിങ്ങളുടെ ശരീരത്തിന്റെ ആരോഗ്യം, നിങ്ങളുടെ വീട്ടുപേര്, നിങ്ങളുടെ അഡ്രസ്സ്, നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യത, ഇതെല്ലാം വെച്ച് പിശാച് നിങ്ങളെ ഒന്ന് അളന്ന് നിങ്ങളൊന്ന് ഇളക്കാനായിട്ട് ശ്രമിച്ചേക്കാം. പക്ഷെ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ അകത്ത് ഒരിക്കലും മറന്നു പോകരുത്, നിങ്ങളുടെ ഐഡന്റിറ്റിയും നിങ്ങളുടെ വ്യക്തിത്വം ഇരിക്കുന്നത് മറ്റുള്ളവരുടെ ബഹുമാനത്തിലല്ല, മറ്റുള്ളവരുടെ പെരുമാറ്റത്തിലല്ല, മറ്റുള്ളവർ നിങ്ങളോട് ഹല്ലേലൂയ പെരുമാറുന്ന പെരുമാറ്റ രീതിയിലല്ല നിങ്ങളുടെ വ്യക്തിത്വം ഇരിക്കുന്നത്. നിങ്ങളുടെ വ്യക്തിത്വം ഇരിക്കുന്നത് ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ദൈവം കർത്താവ് നിങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, ഹല്ലേലൂയ, ഞാൻ നിന്നെ അനാഥനായി വിടത്തില്ല. ദൈവവചനത്തിൽ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ നിന്നെ ഉയർത്തും. ദൈവവചനത്തിൽ പറഞ്ഞിട്ടുണ്ട്, നീ വായ്പ വാങ്ങത്തില്ല, അനേക ജാതികൾക്ക് വായ്പ കൊടുക്കും. ദൈവവചനത്തിൽ പറഞ്ഞിട്ടുണ്ട്, അനേകരെ ഹല്ലേലൂയ ആമേൻ എല്ലാറ്റിനേക്കാളും നിന്നെ ഉന്നതമായ നിലയിൽ കൊണ്ടുവരും. ഇത് ദൈവവചനമാണ്. പ്രിയപ്പെട്ട ഹല്ലേലൂയ, എനിക്ക് എന്റെ ജീവിതത്തിനകത്ത് ധാരാളം അനുഭവങ്ങൾ പറയാനുണ്ട്. ഞാൻ എന്റെ ജീവിതത്തിനകത്ത് പലപ്പോഴും ചില വെല്ലുവിളികളിൽ കൂടെ, ചില സാഹചര്യങ്ങളിൽ കൂടെ ഞാൻ കടന്നുപോയപ്പോൾ ഹല്ലേലൂയ എനിക്ക് ഇതിന് ഉത്തരം കിട്ടാൻ കഴിയുന്നില്ല. ഇത് എങ്ങനെ അടുത്ത സ്റ്റെപ്പ് എടുക്കുമെന്ന് എനിക്കറിയില്ല. ഇതിന് ചിലപ്പോ ചില കാര്യങ്ങളെ കുറിച്ച് അത് ഇന്ന വിഷയമായി തീരുമെന്നുള്ള ഡൗട്ടും ഒരു അവിശ്വാസമൊക്കെ ചിലപ്പോൾ മനസ്സിൽ വന്നിട്ടുണ്ട്. പക്ഷെ പെട്ടെന്ന് ദൈവത്തിന്റെ വചനം എന്നോട് പറയും, ഇല്ല ആമേൻ ഹല്ലേലൂയ, എന്റെ ഉള്ളിൽ ഒരു ഉറപ്പ് എന്നോട് പറയും, ഈ വചനം എന്നോട് വർഷങ്ങൾക്ക് മുമ്പ് സംസാരിച്ചതാ, നാളുകൾക്ക് മുമ്പ് സംസാരിച്ചതാ, അങ്ങനെയാണെങ്കിൽ ആ വചനത്തിൽ എഴുതിയിരിക്കുന്നത് മാത്രമേ സംഭവിക്കത്തുള്ളൂ എന്ന് കേൾക്കുമ്പോ ആ ഒരു കേൾവി, ആ ഒരു ചിന്ത അകത്ത് അസാധാരണമായ ഒരു ബോൾനെസ്സിനെ കൊണ്ടുവരും, അസാധാരണമായ ഒരു ധൈര്യത്തെ കൊണ്ടുവരും. ആ ധൈര്യം, പ്രൈസ് ഗാഡ്, നിങ്ങൾ മറന്നു പോകുന്നത് ആ ഉറപ്പില്ലേ, ആ ധൈര്യം ഹല്ലേലൂയ, ആ വചനത്തിലെ ആമേൻ ആ ധൈര്യം, ആ വചനത്തിന്റെ ജീവൻ, അത് ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, ആ സമയത്ത് സാമ്പത്തികമായ ആവശ്യങ്ങളുടെ മുമ്പിലും കുറച്ച് പണം അപ്പം കിട്ടിയാലോ, ഞാൻ ഒറ്റപ്പെട്ടു എന്നൊരു ചിന്തിക്കാതിരിക്കുമ്പോൾ ആരെങ്കിലും എൻ്റെ കൂടെ നിൽക്കാനായിട്ട് കിട്ടിയാലോ, ശാരീരികമായിട്ട് ഒരു പ്രയാസമുണ്ട്, അതിന് പെട്ടെന്നൊരു സൗഖ്യം വന്നാലോ, അങ്ങനെ ഒന്നും സംഭവിച്ചാൽ കിട്ടുന്നതിനേക്കാളും വലിയൊരു ബോൾനെസ്, വലിയൊരു സന്തോഷം, വലിയൊരു എന്താ പറയുക ഒരു ധൈര്യം ദൈവവചനം സംസാരിക്കുമ്പോൾ, ദൈവവചനം നമ്മളോട് ഇടപെടുമ്പോൾ ഹല്ലേലൂയ ലഭിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ടവർ, ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഒരിക്കലും മറക്കരുത് ഹല്ലേലൂയ, നിങ്ങളുടെ ഐഡന്റിറ്റിയെ പ്രൂവ് ചെയ്യുന്നത് നോട്ട് ബിക്കോസ് ഓഫ് ദ മിറക്കിൾ ബട്ട് ബിക്കോസ് ഓഫ് ദ വേർഡ് ഓഫ് ഗോഡ്. നിങ്ങൾ ആരാന്ന് തെളിയിക്കേണ്ടത് ആമേൻ അത്ഭുതങ്ങളുടെ പണിയല്ല, ദൈവവചനത്തിനകത്ത് നിങ്ങളെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. യേശു ക്രിസ്തു ഹല്ലേലൂയ സ്നാനപ്പെട്ടതിന് ശേഷം ദേവാലയത്തിലേക്ക് ചെന്ന് പതിവ് പോലെ പള്ളിയിൽ ചെന്ന് അവൻ തിരുവെഴുത്ത് വായിച്ചതിനെ കുറിച്ച് ഇങ്ങനെ എഴുതിയിരിക്കും. അവൻ വായിച്ചു തീർന്നിട്ട് പറഞ്ഞു, ഇത് എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നതായിരുന്നു, ഇത് കേൾക്കുമ്പോ ഇത് നിവൃത്തിയായിരിക്കുക, ഇറ്റ് ഈസ് അബൌട്ട് മീ. കർത്താവിന് ഉറപ്പായിരുന്നു. അവിടെ ആളുകൾ പറയുന്നത് പലതൊക്കെ, യേശുവിനെ കുറിച്ച് പല തരത്തിൽ അഭിപ്രായം പറയുന്നുണ്ട്.
യേശുവിനെ കുറിച്ച് പലതരത്തിലുള്ള അഭിപ്രായം. പക്ഷെ ആ പലതരത്തിലുള്ള അഭിപ്രായങ്ങളല്ല കർത്താവ് അവിടെ പ്രഖ്യാപിക്കുന്നു. കർത്താവ് ഈ എഴുതിയിരിക്കുന്നതാണ്, ഇറ്റ്സ് അബൌട്ട് മീ, ഇറ്റ്സ് അബൌട്ട് മീ. പ്രിയപ്പെട്ട ഒരു ദൈവവചനത്തിൽ പറയുന്നത് ഹല്ലേലൂയ, ആമേൻ, അവന്റെ അടിപ്പിണറുകളാൽ സൗഖ്യം വന്നിരിക്കുന്നു. ദാറ്റ് ഈസ് അബൌട്ട് യു. അത് നിങ്ങളെക്കുറിച്ചുള്ള വചനമാണ്, നിങ്ങളെക്കുറിച്ചുള്ള വചനമാണ്. ആമേൻ. നിങ്ങളുടെ സമാധാനത്തിന് ശിക്ഷ അവന്റെ മേലായി, അത് നിങ്ങളെക്കുറിച്ചുള്ള വചനമാണ്. നീ താഴ്ച പ്രാപിക്കത്തും ഉയർച്ച തന്നെ പ്രാപിക്കും, അത് നിങ്ങളെക്കുറിച്ചുള്ള വചനമാണ്. നിങ്ങൾ ദൈവത്തിന്റെ മക്കളാ, അത് നിങ്ങളെക്കുറിച്ചുള്ള വചനമാണ്. നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും തന്റെ ധനത്തിനത്തോളം മഹത്വത്തോടെ ക്രിസ്തുയേശുവിൽ പൂർണ്ണമായി തീർത്തു തരും, അത് നിങ്ങളെക്കുറിച്ചുള്ള നിങ്ങളോടുള്ള വചനമാണ്. നിങ്ങളുടെ ദാരിദ്ര്യത്തിന് അവൻ മാറ്റിമറിക്കാനായിട്ട്, അവൻ ദരിദ്രനായി തീർന്നു നിങ്ങളെ സമ്പന്നരാക്കാനായിട്ട് അവനെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തു. ദാറ്റ് ഈസ് ദ വേർഡ് ഓഫ് ഗോഡ് അബൌട്ട് യു. അത് നിങ്ങളെക്കുറിച്ചുള്ള വചനമാണ്, നിങ്ങളെക്കുറിച്ചുള്ള വചനമാണ്. നിങ്ങൾ തലകുനിച്ച് തളർന്ന് നിങ്ങൾ അവിടെ മുഴുവൻ ശൂന്യതയുടെ അകത്ത് കിടന്ന് പതറേണ്ടവരല്ല. നിങ്ങൾ എഴുന്നേറ്റ് നിൽക്കാനായിട്ട് നിങ്ങളുടെ മേലൊരു വിളിയുണ്ട്. അസാധാരണ എന്നല്ല, കുതിക്കാനായിട്ട് നിങ്ങളുടെ മേലൊരു വിളിയുണ്ട്. യെസ്, ഗോഡ് ഈസ് ഫോർ യു. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി നിൽപ്പുണ്ട്. ആരും നിങ്ങൾക്ക് വേണ്ടി നിൽക്കുന്നില്ലായിരിക്കാം, ആരും നിങ്ങളുടെ കൂടില്ലായിരിക്കാം. നോ നീഡ്. ആരും, ഞാൻ പറയട്ടെ, ആര് മനുഷ്യർ നിങ്ങളുടെ കൂടെ നിന്നാൽ അത് താൽക്കാലികമാണ്. ചിലപ്പോ അവർ ബന്ധത്തിൽ ആ വിലയെ മുതലെടുക്കും. പക്ഷെ ഞാനൊരു കാര്യം പറയാം, കർത്താവ് നിങ്ങളുടെ കൂടെ ഉണ്ടെന്ന് ഉറപ്പാണ്. അതെ, ഒരിക്കലും നിങ്ങളെ മുതലെടുക്കത്തില്ലെന്ന് മാത്രമല്ല, നിങ്ങളെ ഉയർത്താവുന്നതിന്റെ മാക്സിമം. അവൻ കൂടെ നിൽക്കുമ്പോൾ, ഒരു മനുഷ്യൻ കൂടെ നിൽക്കുമ്പോൾ ലഭിക്കുന്ന പദവിയും സന്തോഷവും സമാധാനമല്ല, അവൻ കൂടെ നിൽക്കുമ്പോൾ അസാധാരണമായത് നിങ്ങൾ ചെയ്യാൻ അവന് കഴിയും. പ്രൈസ് ഗോഡ്. നിങ്ങളിപ്പോ കടന്നു പോകുന്ന സിറ്റുവേഷനിൽ കൂടെ കടന്നുപോയ പലരും ചിലപ്പോൾ ആ സാഹചര്യം കൊണ്ട് തീർന്നു പോയി കാണും. പക്ഷേ യു ആർ നോട്ട് ലൈക്ക് ദം. നിങ്ങൾ അവരെ പോലല്ല, നിങ്ങൾ അവരിൽ ഒരാളുമല്ല. യു ആർ നോട്ട് വൺ അമംഗ് ദം. നിങ്ങൾ അവരിൽ ഒരാളല്ല. യു ആർ സ്പെഷ്യൽ. ആമേൻ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ആമേൻ. നിങ്ങളുടെ ജീവിതത്തിനകത്തൊന്ന് ഉറപ്പോടെ നിന്നേ. ആ പ്രതികൂലങ്ങളുടെ മധ്യ തളർന്നു പോകാതെ ധൈര്യത്തോടെ ഉറപ്പോടെ, എനിക്ക് വേണ്ടി എന്റെ നാഥൻ, എനിക്ക് വേണ്ടി എന്റെ കർത്താവ് ജീവനോടുണ്ട്. യെസ്. ഇന്ന് ഹല്ലേലൂയ വചനം കേൾക്കുമ്പോൾ നിങ്ങളോട് ഞാൻ പറയട്ടെ, നിങ്ങളുടെ സാഹചര്യങ്ങൾ എവിടെയെല്ലാം നിങ്ങളുടെ അകത്ത് നിരാശയും ഭാരവും ആമേൻ തളർന്നു പോകുന്ന പോലെ നിങ്ങളുടെ ജീവിതത്തിന്റെ അവസ്ഥകളുടെ അകത്ത് പിശാച് ഏതൊക്കെ പ്രതിസന്ധി നിങ്ങളുടെ അകത്ത് ഇട്ടിട്ടുണ്ടോ, നിങ്ങൾ ആ പ്രതിസന്ധികളെല്ലാം മറന്ന് അതിനെ തള്ളിക്കളഞ്ഞിട്ട് പറ, ഐ ആം വാട്ട് ഐ ആം, നോട്ട് ബിക്കോസ് ഓഫ് സംതിങ് ബട്ട് ബിക്കോസ് ഓഫ് ദ വേർഡ് ഓഫ് ഗാഡ്. ആമേൻ. ഞാൻ എന്താണോ ഇപ്പൊ ആയിരിക്കുന്നത്, അതെന്റെ ചുറ്റിലുമുള്ള ചില വസ്തുക്കൾ കൊണ്ടോ വ്യക്തികൾ കൊണ്ടോ അല്ല. എനിക്ക് സമ്പത്തുള്ളത് കൊണ്ടല്ല ഞാൻ സമ്പന്നൻ, എനിക്ക് കർത്താവുള്ളത് കൊണ്ടാണ്. എനിക്ക് ആരോഗ്യമുള്ളത് കൊണ്ടല്ല ഞാൻ ആരോഗ്യവാൻ, എനിക്ക് കർത്താവുള്ളത് കൊണ്ടാണ്. ആമേൻ. എന്റെ കൂടെ ചുറ്റും ആളുകൾ ഉള്ളത് കൊണ്ടല്ല ഞാൻ അധികമായി നിൽക്കുന്നത്, എന്റെ കൂടെ കർത്താവുള്ളത് കൊണ്ടാണ്. പ്രൈസ് ഗാഡ്. ഹല്ലേലൂയ. ആമേൻ. പ്രൈസ് ഗാഡ്. പ്രിയപ്പെട്ടവർ, നിങ്ങളുടെ അകത്ത് ആ ഉറപ്പുണ്ടാകട്ടെ, ഒരു നാളും കൈവിടാത്തത്. അത് നിങ്ങളുടെ ജീവിതത്തിന്റെ അവസ്ഥകളെ മാറ്റുവാൻ ദൈവം മതിയായവനാണ്. നിങ്ങളുടെ ഐഡന്റിറ്റി പിശാച് ചോദ്യം ചെയ്ത് വെച്ചിരിക്കാമോ? ഇല്ല. അത്ഭുതങ്ങളും അടയാളങ്ങളും അല്ല നിങ്ങളുടെ ഐഡന്റിറ്റി. ഗാഡ്, ദ വേർഡ് ഓഫ് ഗാഡ്, ദൈവവചനമാണ് നിങ്ങളുടെ ഐഡന്റിറ്റി. ഞാൻ വീണ്ടും പറയാം, നിങ്ങളുടെ കയ്യിൽ കുറെ ഉള്ളത് കൊണ്ടല്ല നിങ്ങൾ സമ്പന്നൻ, കർത്താവ് നിങ്ങളുടെ കൂടെ ഉള്ളത്. നിങ്ങൾക്ക് ആരോഗ്യമുള്ള ശരീരമുള്ളത് കൊണ്ടല്ല നിങ്ങൾ ആരോഗ്യമാണ്, നിങ്ങളുടെ കൂടെ കർത്താവ് ഉള്ളത് കൊണ്ടാണ്. നിങ്ങളുടെ കൂടെ ആൾക്കൂട്ടമുള്ളത് കൊണ്ടല്ല നിങ്ങൾ അനാഥരല്ലാത്തത്, നിങ്ങളുടെ കൂടെ കർത്താവ് ഉള്ളത് കൊണ്ടാണ്. വിശ്വസിക്കാം, ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഇന്ന് അത്ഭുതത്തിന്റെ ദിവസമായി കർത്താവ് മാറ്റി കഴിഞ്ഞിരിക്കുകയാണ്. ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ നല്ല കർത്താവെ, അനുഗ്രഹീതമായ സമയത്തിനായിട്ട് സ്തോത്രം ചെയ്യും. കർത്താവെ, എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർക്കായിട്ട് സ്തോത്രത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ, കർത്താവെ, അവരുടെ ജീവിതത്തിനകത്ത് എവിടെങ്കിലും കർത്താവെ തങ്ങളുടെ തകർച്ച കൊണ്ട്, സാമ്പത്തികമായ തകർച്ച, ശാരീരികമായ രോഗം, ഈ പ്രതിസന്ധികൾ കൊണ്ട് അവരുടെ ജീവിതത്തിൽ എവിടെയെങ്കിലും അവരുടെ ഐഡന്റിറ്റി, അവരുടെ വ്യക്തിത്വം നഷ്ടപ്പെട്ടു പോയി അവര് തളർന്നിരിക്കുന്നവരാണെങ്കിൽ, ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ, അനാരോഗ്യ നിമിത്തം നിരാശപ്പെട്ടിരിക്കുന്നവർ, സാമ്പത്തികമായ അസ്ഥിരതകൾ നിമിത്തം, തകർച്ച നിമിത്തം തകർന്നു പോയിരിക്കുന്നവർ, എല്ലാവരും കൈവിട്ട് ആരും കൂടെയില്ലാത്ത നിലയിൽ തകർന്നിരിക്കുന്നുണ്ട്. കർത്താവ്, നിരാശയിലാണെങ്കിൽ ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ കർത്താവെ ആ നിരാശകളുടെ അവസ്ഥകൾ മാറട്ടെ.
ആ നിരാശയുടെ നടുവിൽ നിന്റെ സാന്നിധ്യം ഒന്ന് ഇറങ്ങി വരട്ടപ്പ. നിന്റെ മഹത്വം അവിടുന്ന് എക്സ്പീരിയൻസ് ചെയ്യട്ടെ, എൻജോയ് ചെയ്യട്ടപ്പ കർത്താവേ. ഹല്ലേലൂയ. അതുപോലെ തന്നെ കർത്താവേ, ആമേൻ, ഹല്ലേലൂയ. നിന്റെ മഹത്വം വെളിപ്പെടുമ്പോൾ വിടുവിക്കുന്ന കർത്താവിന്റെ കരം, അത്ഭുതങ്ങളുടെ കർത്താവിന്റെ കരം നമ്മുടെ ജീവിതത്തിൽ അസാധാരണമായ നിലയിൽ വെളിപ്പെടട്ടെ കർത്താവ്. അവരുടെ സാമ്പത്തികമായ വെല്ലുവിളികൾ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ ആ സകല വെല്ലുവിളികളും ജീവിപ്പിക്കുന്ന കർത്താവിന്റെ കരമൊന്ന് ഇറങ്ങട്ടെ കർത്താവ്. ആ വെല്ലുവിളികൾ മാറട്ടെ, മഹത്വം വെളിപ്പെടട്ടെ, ജീവൻ വെളിപ്പെടട്ടെ, ശക്തി വെളിപ്പെടട്ടെ. ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. അവരുടെ കർത്താവ് ആ സാമ്പത്തിക മേൽ അൺഎക്സ്പെക്ടഡ് പ്രൊവിഷൻ, പ്രതീക്ഷിക്കാത്ത വാതിലുകൾ അവർക്ക് തുറക്കപ്പെടട്ടെ കർത്താവേ. ഹല്ലേലൂയ. രോഗികളായി എന്നെ കാണുന്നവർക്ക് പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. അവരുടെ രോഗ അവസ്ഥകളെ അടിപ്പിണറുകളാൽ സൗഖ്യം തരുമെന്നുള്ള അങ്ങയുടെ വാഗ്ദത്തം തന്നു കഴിഞ്ഞു എന്നുള്ള പ്രോമിസ് ഇപ്പോൾ തന്നെ ആ ശരീരങ്ങളിൽ ഇത് നിറവേറട്ടെ. മാനസികമായ സംഘർഷങ്ങൾ ഇരിക്കുന്നവർ ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ സ്വസ്ഥത വരട്ടെ കർത്താവ്. ആളുകളുടെ വാക്കുകൊണ്ട്, പെരുമാറ്റം കൊണ്ട് മുറിവേറ്റവർ, തകർന്നിരിക്കുന്നവർ, മാനസികമായി വിഭ്രാന്തിയിലിരിക്കുന്നവർ, മാനസികമായി തകർന്നു പോയിരിക്കുന്നവർ, നിരാശയിലിരിക്കുന്നവർ, ഡിപ്രഷനിലിരിക്കുന്നവർ ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ ക്രിസ്തുവിന്റെ ശക്തി, ആത്മാവിന്റെ ശക്തി, ജീവന്റെ മഹത്വം, വചനത്തിന്റെ ശക്തി വെളിപ്പെടുമ്പോൾ അവർ എഴുന്നേൽക്കട്ടെ, ജീവൻ പ്രാപിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ. ഇപ്പോൾ തന്നെ അത് സംഭവിക്കട്ടെ കർത്താവ്. ഇപ്പോൾ തന്നെ അത് സംഭവിക്കട്ടെ. യെസ് ലോർഡ്. നിങ്ങളുടെ മഹത്വം അസാധാരണമായ നിലയിൽ അവരിൽ ജീവനോടെ, ശക്തിയോടെ വെളിപ്പെട്ടു നിൽക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ജീവനായി അങ്ങ് ഇപ്പോ തന്നെ അവരായിരിക്കുന്ന ഭവനത്തിൽ, അവരായിരിക്കുന്ന ഓഫീസിൽ, അവരായിരിക്കുന്ന സ്ഥലത്ത് ഇപ്പൊ തന്നെ ഞങ്ങളുടെ സാന്നിധ്യം ഇറങ്ങി അവര് കർത്താവിനെ റിയൽ ആയിട്ട് അവർ എക്സ്പീരിയൻസ് ചെയ്യട്ടെ. കർത്താവ് ചെയ്തു കഴിഞ്ഞായിട്ട് യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളിൽ അത്ഭുതം ചെയ്തു കഴിഞ്ഞിരിക്കുക. യെസ്, വിശ്വസിക്കുക. അത് ഞാൻ വീണ്ടും പറയാം. നിങ്ങൾക്ക് പണം ഉള്ളത് കൊണ്ടല്ല നിങ്ങൾ സമ്പന്നൻ, കർത്താവ് നിങ്ങൾക്കുള്ളത് കൊണ്ട്. നിങ്ങൾക്ക് ആരോഗ്യമുള്ള ശരീരം ഉള്ളത് കൊണ്ടല്ല നിങ്ങൾ ആരോഗ്യവാൻ, കർത്താവ് നിങ്ങളുടെ കൂടെ ഉള്ളത്. നിങ്ങളുടെ ചുറ്റും കുറെ ആളുകൾ ഉള്ളത് കൊണ്ടല്ല നിങ്ങൾ ഒറ്റയ്ക്കല്ലാത്തത്, കർത്താവ് നിങ്ങളുടെ കൂടെ ഉള്ളത് കൊണ്ട്. അതെ, ഇന്ന് ഈ വചന കേൾവി നിങ്ങളുടെ അകത്തൊരു ധൈര്യം പകർന്നിട്ടുണ്ടെന്ന് എനിക്കറിയാം, വിടുതൽ പകർന്നിട്ടുണ്ടെന്ന് എനിക്കറിയാം. നിങ്ങളൊന്ന് വചനത്തോടൊന്ന് പ്രതികരിച്ച് നിങ്ങളുടെ ജീവിതത്തിന്റെ അവസ്ഥകളെ മുഴുവൻ മാറ്റി കർത്താവ് നിങ്ങളെ ഒരു അനുഗ്രഹമാക്കി തീർത്തിരിക്കാം. വിശ്വസിച്ചേ അതൊന്ന് കണ്ണു തുറന്ന് കണ്ടേ, അതിന്റെ ഉറപ്പിലൊന്ന് മുന്നോട്ട് പോകേ. നിങ്ങൾ വീണു പോകത്തില്ല, നിങ്ങൾ തകരത്തില്ല, നിങ്ങൾ നശിക്കത്തില്ലെന്നുള്ളത് ഉറപ്പാണ്, ഗ്യാരണ്ടി. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, ഇന്ന് ഞാൻ യേശുവിന്റെ നാമത്തിൽ പറയും, നിങ്ങളുടെ ഐഡന്റിറ്റി നിങ്ങളുടെ സിറ്റുവേഷനാണ്, നിങ്ങൾക്കുള്ള വസ്തുക്കളല്ല, ദി വേർഡ് ഓഫ് ഗാഡ്, ദൈവവചനം. അതുകൊണ്ട് ആ ധൈര്യത്തിൽ മുന്നോട്ട് പോകണം. ഈ പ്രോഗ്രാം നിങ്ങൾക്ക് അനുഗ്രഹമായിരുന്നു വിശ്വസിക്കുന്നു. ഈ ഫോൺ നമ്പറിൽ നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങളും സാക്ഷ്യങ്ങളും ഞങ്ങളുമായി പങ്കുവയ്ക്കുക. വാട്സപ്പിലും നിങ്ങൾക്ക് മെസ്സേജുകൾ അയക്കാവുന്നതാണ്. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. മറ്റുള്ളവർക്ക് ഈ പ്രോഗ്രാം പരിചയപ്പെടുത്തും കൊടുക്കുകയും ഒപ്പം ഈ പ്രോഗ്രാമിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുക. കർത്താവ് നിങ്ങളെ സമൃദ്ധമായി എല്ലാ മേഖലകളിലും ഒരു അനുഗ്രഹമായി നിർത്തട്ടെ. ഗാഡ് ബ്ലസ് യു. ആമേൻ.